കുറച്ച് മുമ്പ് ബിഗ് ബോസിൻ്റെ ലൈവ് നടന്നൊരു കാര്യമാണ്. അൻസിബയും ഋഷിയും ജിൻഡോയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അന്നേരം ഇവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളും സംസാരിക്കുന്നത് ഗബ്രി ജാസ്മിൻ വിഷയം തന്നെയാണ്. ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അൻസിബ പറയുന്നുണ്ട്, രാവിലെ മുതൽ ഇവർ രണ്ടുപേരും എന്തോ നാടകമായിരുന്നു. ഒരാൾക്ക് കരച്ചിൽ വയ്യ, സഹിക്കാൻ വയ്യ, അങ്ങനെ കൺഫെഷൻ റൂമിൽ പോകുന്നു, അവിടെ റെസ്റ്റ് എടുക്കുന്നു, ഇവിടെ പോകുന്നു. അതിന് പുറകെ തന്നെ ഒരാൾ തല കറക്കം പോലെ വരുന്നു, തല കറങ്ങുന്നു, തല കറങ്ങിയ ഒരാൾ ഇങ്ങനെയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടെല്ലാം വന്നിട്ടിപ്പം ഉച്ച കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേർക്ക് യാതൊരു പ്രശ്നവുമില്ല. തല കറക്കം വന്ന ഒരാൾ ഇങ്ങനെയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് റൂമിൽ പോയി ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. BP അത് ഇത് കാര്യങ്ങളെല്ലാം നോർമലാണ്. എന്നിട്ടും അവർക്കൊരു യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പം ജാസ്മിന് അങ്ങനെ പോയപ്പം ഗബ്രി ഒരുപക്ഷെ വീണ്ടും ജാസ്മിൻ്റെ പുറകെ പോകാൻ വേണ്ടി ഇത് അതായത് കൺഫെഷൻ റൂമിൽ ഒരുമിച്ച് ജാസ്മിൻ പോയല്ലോ, എന്നാൽ പുറകെ പോകാൻ വേണ്ടി അങ്ങനെ ഒരു തലകറക്കം പോലെ അഭിനയിച്ചതാണോ എന്ന രീതിയിലായിരിക്കും അൻസിബ സംസാരിച്ചത്. അതൊക്കെ പോട്ടെ, ജിൻഡോയും പറയുന്നുണ്ട്, രാവിലെ അവർ രണ്ടുപേരും വന്ന് പറഞ്ഞിരുന്നു, പവർ റൂം വരുമ്പോഴത്തേക്ക് ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലിടണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ശേഷം അവർ രണ്ടും ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ ഒരു പിന്നെ ഇങ്ങനെ ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞ ആ ഒരു ചെറിയ ഉടക്ക പോലുള്ള വരുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഞങ്ങളെ ടീമിലേക്ക് ഒന്നും വേണ്ട, ഞങ്ങൾ രാവിലെ പറഞ്ഞത് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ജിൻഡോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം രാവിലെ അത്രയും സീനൊക്കെ കാണിച്ച രണ്ടുപേരും ഉച്ച കഴിഞ്ഞപ്പോൾ അവരങ്ങനെ ഒരു സീൻ കാണിച്ച കാര്യമേ അവർക്ക് ഓർമ്മയില്ല. ആ രീതിയിലാണ് രണ്ടുപേരുടെ നിലപാട്. എന്തായാലും ഈ ഒരു പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഇവർ രണ്ടുപേരെ എന്തിനാണ് ഈ ഹൗസിൽ തുടരുന്നത്? എനിക്കൊരു അതിനകത്തിലൊരു ഇത് കിട്ടുന്നില്ല. എന്തായാലും പിന്നെ നമുക്ക് ഈ ഒരു പുറത്തുള്ള പ്രേക്ഷകർക്ക് ഈ ഒരു കണ്ടസ്റ്റൻസിനെ ഇഷ്ടമല്ല. കാരണം അവരുടെ ഒരു നിലപാടും കാഴ്ചപ്പാടും അങ്ങനെയാണ്. എന്നാൽ പ്രണയമാണെന്ന് തുറന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇതൊരുമാതിരി വല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടുമായിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ജബ്രി കോംബോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.